മഹിയുടെ അവസ്ഥ കണ്ട് രഞ്ജു അവനെ ആശ്വസിപ്പിച്ചു. താങ്ക്സ് രഞ്ജു, നീ അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ പെണ്ണിനെ അവർ. മഹിയുടെ വാക്കുകൾ ഇടറി. താങ്ക്സ് എന്തിനേട്ട എന്നോട്? എനിക്ക് നിങ്ങൾ രണ്ടുപേരും എൻ്റെ സഹോദരങ്ങൾ തന്നെയാ. അങ്ങനെയുള്ളപ്പോൾ നമുക്കിടയിൽ എന്തിനാ ഇങ്ങനെ ഫോർമാലിറ്റിയൊക്കെ? പിന്നെ താങ്ക്സ് പറഞ്ഞേ ഒക്കുമെങ്കിൽ നിങ്ങളോടല്ലേ ഞാൻ ആദ്യം നന്ദി പറയണ്ടേ? നിങ്ങളില്ലായിരുന്നെങ്കിൽ അന്ന് എന്താവുമായിരുന്നു എൻ്റെ അവസ്ഥ? രഞ്ജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഡോക്ടർ മഹിസാറിനെയും ദേവ് സാറിനെയും വിളിക്കുന്നുണ്ട്. അവിടേക്ക് വന്ന നേഴ്സ് അവരെ ദിവാകറിൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു. അവർ അങ്ങോട്ടേക്ക് നടന്നു. ഹായ്, ഐ ആം ദീക്ഷിത്. അപ്പു എന്ന് വിളിക്കും. രഞ്ജുവും അങ്ങനെ വിളിച്ചാൽ മതി. ദേവിൻ്റെ സിസ്റ്ററിനെ വിവാഹം ചെയ്യാൻ പോകുന്ന ആളാണ്. അപ്പു രഞ്ജുവുമായി പരിചയപ്പെട്ടു. ഹായ്, ദീക്ഷിത്തിൻ്റെ സിസ്റ്ററിനെ അല്ലേ ദേവേട്ടൻ വിവാഹം ചെയ്യാൻ പോകുന്നത്? ആഹാ, അതൊക്കെ അറിയോ? മഹിയേട്ടൻ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ഇടയ്ക്ക്. അല്ല, തന്നെ അവർ എങ്ങനെയാ ഹെൽപ്പ് ചെയ്തത്? അതോ, ഈ അർജുൻ്റെ കയ്യിൽ ഒരുപാട് തല്ലുകൊള്ളിത്തരമുണ്ടെന്ന് പറയണ്ടല്ലോ. വൈശാഖിനെ എനിക്ക് കോളേജിൽ വെച്ചേ അറിയാം. ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ അർജുനും വൈശാഖുമായി ബന്ധമുണ്ടെന്നറിഞ്ഞത് ഒരിക്കൽ വൈശാഖു പറഞ്ഞ് ഞാൻ അവനെ കാണാൻ പോയപ്പോഴാണ്. കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഒക്കെയാണ് അവരുടെ ബിസിനസ്. ഒരിക്കൽ എന്നെ അർജുൻ വിളിപ്പിച്ചു. കൂടെ വൈശാഖും ഉണ്ടായിരുന്നു. അവർ എന്നോട് ഒരു കവർ തന്ന് അത് ബീച്ച് റോഡിൽ വെയിറ്റ് ചെയ്യുന്ന ഏതോ പെൺകുട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അറിഞ്ഞില്ല അത് കഞ്ചാവാണെന്ന്. അന്നത് ഒരു മോഡേൺ പെൺകുട്ടിക്ക് കൈമാറിയതും എന്നെ പോലീസ് വളഞ്ഞു. അപ്പോൾ ആ വഴി വന്ന മഹിയേട്ടനും ദേവേട്ടനും എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എനിക്ക് വേണ്ടി അവർ ഒരുപാട് തർക്കിച്ചു. എന്നിട്ടും രക്ഷയുണ്ടായില്ല. എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. എൻ്റെ ഉള്ളിൽ അപ്പോൾ എൻ്റെ അമ്മയും പെങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇങ്ങനെയൊരു അവസ്ഥയിലായെന്നറിഞ്ഞാൽ എൻ്റെ പെങ്ങളുടെ ഭാവി വരെ. പക്ഷേ സ്റ്റേഷനിലെത്തി കേസ് ചാർജ് ചെയ്യും മുൻപ് ദേവേട്ടൻ്റെ അച്ഛൻ ശങ്കർ സാർ ഇടപെട്ടു. ആരെയൊക്കെയോ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തു. എന്നെ അവിടെ നിന്ന് വെറുതെ വിടുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഡീറ്റെയിലായി പരിചയപ്പെട്ടത്. എൻ്റെ കാര്യങ്ങൾ കേട്ട് എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് അവർ മനസ്സിലാക്കി. ഞാൻ ഉണ്ടായതെല്ലാം പറഞ്ഞു. അർജുനാണ് ഇതിൻ്റെ പിന്നിലെന്ന്. അപ്പോഴാണ് അവൻ ഇവരുടെ കൂടെ കരടാണെന്ന് ഞാൻ അറിഞ്ഞത്. രഞ്ജു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. അപ്പു ഇതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. എല്ലാം അറിഞ്ഞു കഴിഞ്ഞ് അപ്പു രഞ്ജുവുമായി പെട്ടെന്ന് കൂട്ടായി. അപ്പോഴാണ് ദേവ് മഹിയുമായി അവിടേക്ക് വന്നത്. ആ, എന്തായി? അപ്പു ചോദിച്ചു. ഓക്കെയാണ്. സീത കണ്ണു തുറന്നു. ഇപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നാളെ ഡിസ്ചാർജ് ആകും. മഹി, നീ പോയി അവളെ കാണാം. ഞങ്ങളിവിടെ ഉണ്ടാകും, ദേവ് പറഞ്ഞു. മഹി അവരെ നോക്കി പുഞ്ചിരി നൽകി അവളെ കാണാൻ കയറി. എന്നാ ഞാൻ ഇറങ്ങട്ടെ, വീട്ടിൽ അമ്മയും പെങ്ങളും ഒറ്റയ്ക്കാ, രഞ്ജു പറഞ്ഞു. ഓക്കെ രഞ്ജു, നീ പോയിക്കോ, വെറുതെ അവരെ ടെൻഷനാക്കണ്ട. രഞ്ജു അവനോടും അപ്പുവിനോടും യാത്ര പറഞ്ഞിറങ്ങി. ദേവ്, പൊന്നുവിനെയും ദേവുവിനെയും അറിയിക്കണ്ടേ? അറിയിക്കണം. നാളെ സീതയെ അവളുടെ ചെറിയമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണെന്നാണ് തീരുമാനം. പക്ഷേ ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നത് കൊണ്ട് അവളെ ഏറ്റെടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിൾ പറഞ്ഞു അവളെ മഹിയുടെ വീട്ടിലാക്കാമെന്ന്. അവിടെ ആകുമ്പോൾ എപ്പോഴും അവളുടെ അടുത്ത് ആളുണ്ടാകുമല്ലോ. ആ, അത് നന്നായി. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹോസ്റ്റലിലാക്കുന്നതും സേഫ് അല്ല, അപ്പു പറഞ്ഞു. മഹി റൂമിൽ കയറുമ്പോൾ സീത മയക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു. അവൻ അവളുടെ അടുത്ത് ചെന്ന് അവളുടെ നെറുകിൽ തലോടി. അവളുടെ നെറ്റിയിൽ അവനവൻ്റെ ചുണ്ട് ചേർത്തു. ആ ചുംബനച്ചൂട് അറിഞ്ഞാണ് സീത കണ്ണുകൾ തുറന്നത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താടാ, പേടിച്ചുപോയോ? അതേ എന്ന് തലയാട്ടി. എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ നിന്റെ കൂടെ. എനിക്ക് എന്താ ഏട്ടാ, അവർ എന്നെ എന്തെങ്കിലും? നീ പേടിക്കും പോലെ ഒന്നും നടന്നിട്ടില്ല. അവർ തന്ന ഇഞ്ചക്ഷൻ കാരണം മയങ്ങിപ്പോയി നീ, അതാ. അപ്പോഴാണ് അവളുടെ കവിളിൽ അടി കിട്ടിയ പാട് തിണർത്ത് കിടക്കുന്നത് മഹി ശ്രദ്ധിച്ചത്. ഇതെന്താ? അവൻ അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അവൾ നീറ്റൽ കൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു. അവർ അടിച്ചതാ. മഹിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ഏട്ടൻ എങ്ങനെ എന്നെ കണ്ടെത്തിയത്? അവർ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ? ശ്വാസം വലിച്ചുവിട്ട് മഹി അവളോട് എല്ലാം പറഞ്ഞു. അല്ല, നീ എങ്ങനെയാ അവരുടെ കയ്യിൽപ്പെട്ടത്? അത് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാ. പെട്ടെന്നൊരു വണ്ടി വന്ന് എന്നെ ആരോ അതിൽ വലിച്ചു കയറ്റി. എന്നെ എന്തോ മണപ്പിച്ചു.
എൻ്റെ ബോധം അപ്പം തന്നെ പോയി. സീത പതിയെ എഴുന്നേറ്റിരുന്നു. മഹി അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. അവളുടെ കണ്ണിൽ നോക്കിയിരുന്നു. ഞാൻ അറിഞ്ഞു. എന്തറിഞ്ഞെന്ന് സീത ചോദിച്ചു. എൻ്റെ പെങ്ങന്മാരോട് പറഞ്ഞത് ഞാൻ അറിഞ്ഞെന്ന്. സീത നാണത്തോടെ തല താഴ്ത്തി. അവൻ അവളുടെ മുഖമുയർത്തി അവൻ്റെ കൈകളിൽ കോരിയെടുത്തു. എന്നോട് പറ, ഇഷ്ടമാണോ എന്നെ? അവൻ്റെ നോട്ടത്തിൽ അവൾ അലിഞ്ഞു പോകും പോലെ തോന്നി അവൾക്ക്. പറ, ഇഷ്ടാണോ? എൻ്റെ കണ്ണിൽ നോക്കി പറ. ഒരുപാട്. അവൾ പറഞ്ഞു തീരും മുൻപേ അവളുടെ അധരങ്ങളെ മഹി കവർന്നു. ആദ്യമൊന്ന് കുതറിയെങ്കിലും അവൻ്റെ ചുംബനം അവളും ആസ്വദിച്ചു. അവർ പരസ്പരം ദീർഘനേരം അധരങ്ങൾ കൈമാറി. കുറച്ചു നേരത്തിന് ശേഷം കിതപ്പോടുകൂടി സീത അവനിൽ നിന്നും അടർന്നു മാറി. ഇത് കണ്ട് മഹി അവളെ അവൻ്റെ നെഞ്ചിലേക്കിട്ട് വാരി പുണർന്നു. അവൻ്റെ നെഞ്ചിൽ അവൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ തല ചായ്ച്ചു. മോളെ, ഞാൻ നിന്റെ അമ്മയെ ഒന്നും അറിയിച്ചിട്ടില്ല. അയ്യോ വേണ്ട, അമ്മയ്ക്ക് സഹിക്കില്ല. അറിയാം, ചെറിയമ്മയോട് ചോദിച്ചു നിന്നെ അവിടെ നിർത്തട്ടെ എന്ന്. നമ്പർ എവിടെ നിന്ന് കിട്ടി? ഗോഡൌണിൽ നിന്ന് നിന്റെ ബാഗ് കിടക്കുന്നത് കണ്ടു. അതിൽ ഫോൺ ഉണ്ടായിരുന്നു. എൻ്റെ പെണ്ണിന് രഹസ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫോൺ ലോക്കൊന്നുമല്ലായിരുന്നു. അങ്ങനെ നമ്പർ കിട്ടി, മഹി കുസൃതിയോടെ പറഞ്ഞു. ചെറിയമ്മയോട് ചോദിക്കണ്ടായിരുന്നു, സമ്മതിക്കില്ല. അവളുടെ വാക്കുകളിൽ അവളോട് അവർക്കുള്ള താല്പര്യമില്ലായ്മ മഹി മനസ്സിലാക്കി. ശരിയാ, അതുകൊണ്ട് എൻ്റെ കുഞ്ഞു നല്ല കുട്ടിയായി നാളെ എൻ്റെ വീട്ടിലേക്ക് പോരുന്നു. എന്താ? സീത ഞെട്ടി അവൻ്റെ നെഞ്ചിൽ നിന്നും വേർപെട്ടു. എന്തേ, ഇഷ്ടായില്ലേ? ഇല്ല. അതെന്താ? കല്യാണം കഴിയാതെ എങ്ങനെയാ ഞാൻ? എന്നാ വാ, നമുക്ക് കെട്ടാം. അയ്യടാ, ഞാൻ ഹോസ്റ്റലിൽ നിന്നോളാം. അത് വേണ്ട മോളെ, നീ അവരിൽ നിന്നും രക്ഷപ്പെട്ടു എന്നത് അവർ അറിഞ്ഞു കാണും. അതുകൊണ്ട് നീ എവിടെയും സേഫ് അല്ല. എൻ്റെ കൂടെ നമ്മുടെ വീട്ടിലാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. എന്നാലും അത് ശരിയല്ല. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം ഇനി. എന്നാ നീ പോയി എൻ്റെ അച്ഛനോട് പറ വരുന്നില്ലെന്ന്. അതെന്തിനാ അച്ഛനോട് പറയുന്നത്? കാരണം നിന്നെ അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞത് അച്ഛനും അമ്മയുമാണ്. അവരെ ധിഖരിക്കാനാണെങ്കിൽ ഓക്കെ, ആയിക്കോട്ടെ. അപ്പോഴേക്കും ദിവാകറും ദേവും അപ്പുവും അവിടേക്ക് വന്നു. എന്താണ് ഇവിടെ ഒരു തർക്കം? ഏയ് ഒന്നുമില്ല അച്ഛാ, അച്ഛൻ്റെ പുന്നാര മരുമകൾ നാളെ അവിടേക്കില്ല, ഹോസ്റ്റലിൽ നിന്നോളാമെന്ന്. ആഹാ, അതാണോ കാര്യം? മോളെ, മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ എല്ലാവരും അവിടെയില്ലേ. ഇവ മോളെ ഒന്നും ചെയ്യില്ല കേട്ടോ, അദ്ദേഹം അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ദേ അച്ഛാ, ഇപ്പൊ ഞാൻ പുറത്തായില്ലേ? മഹി ചുണ്ടുകൊട്ടി പറഞ്ഞു. കാലങ്ങളായി അന്യം നിന്ന ഒരു അച്ഛൻ്റെ സ്നേഹം അവൾ ആസ്വദിച്ചു. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ ധിഖരിക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അവൾ പോകാമെന്ന് സമ്മതിച്ചു. എല്ലാം ഒന്ന് സെറ്റായി വരുന്നത് വരെ സീത ഒന്ന് സഹകരിക്കണം. മഹിയുടെ വീട്ടിൽ സീത സേഫ് ആയിരിക്കും, ദേവ് പറഞ്ഞു. പിന്നെ ബോറടി മാറ്റാൻ 2 എണ്ണം നാളെ തന്നെ അവിടെ ഉണ്ടാകും തന്നെ സ്വീകരിക്കാൻ. തൻ്റെ നാത്തൂന്മാർ ഇപ്പോഴേ സമാധാനം കളഞ്ഞ് മിനിറ്റിൽ 3 തവണ എന്നെ പോലും വിളി തുടങ്ങി, അപ്പു പറഞ്ഞു. അപ്പോഴാണ് ദേവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും ദേവ് ഫോൺ തിരിച്ച് എല്ലാവർക്കും കാണിച്ചു. പൊന്നുവായിരുന്നു. അവർ എല്ലാവരും തലയിൽ കൈവച്ച് ചിരിച്ചു.